അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാവരും ഫസ്റ്റ് ഇയേഴ്സ് എൻ്റയർ ബാച്ച് ഉറങ്ങാണ്ട് ഈ ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് രാത്രി 2 മണിയായപ്പോൾ തന്നെ കറക്റ്റ് ബാത്റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അതായത് സിങ്കിന്റെ പൈപ്പ് തിരിച്ച് ഇങ്ങനെ കാല് കേൾക്കുന്ന സൗണ്ട് ഉണ്ടാവുമല്ലോ, അതാണ് കേൾക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ടോർച്ച് എടുത്ത് പോയി. ബാത്റൂമിന്റെ അടുത്ത് എത്തുന്നവരെ ഈ സൗണ്ട് ഉണ്ട്. ബാത്റൂമിന്റെ അടുത്ത് എത്തിയതും ബാത്റൂം ലോക്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഇവർ ബാത്റൂമിന്റെ ഉള്ളിൽ വാഷ്റൂമിന്റെ ഏരിയ ഫുള്ള് നോക്കി, ഒരാളും ഇല്ല. എന്നത്തെയും പോലെ തന്നെ കൊറിഡോറിന്റെ അവിടെ നിലത്ത് ഫുള്ള് വെള്ളമാണ്, നേരെ ഒരു ലൈനിൽ മാത്രം വെള്ളം അല്ലാണ്ട് കിടക്കുന്നുണ്ട്. ഇത്രയും ദിവസം ഇവരെല്ലാവരും വിചാരിച്ച സെക്കൻഡ് ഇയേഴ്സ് അല്ലെങ്കിൽ തേർഡ് ഇയേഴ്സ് പേടിപ്പിക്കുന്ന ആൾക്കാരും അവരാരെങ്കിലും പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരെന്നാണ് വിചാരിച്ചത്. ഇതുകൂടെ ആയപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഭയങ്കര പേടിയായി. ഇതുവരെ പേടിക്കാത്തവരിലേക്ക് കാര്യമാക്കണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞവർക്ക് വരെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ പേടിയായി. അങ്ങനെ ഇത് വൺ ഡിസ്കഷൻ ആയി നിൽക്കുന്ന ടൈമിലാണ് പിറ്റേ ദിവസം രാവിലെ താഴെ തന്നെ ഉണ്ട് സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് ഫസ്റ്റ് ഇയേഴ്സിന് സെക്കൻഡ് ഇയേഴ്സിന് തേർഡ് ഇയേഴ്സിനും ഒക്കെ വിളിപ്പിച്ച് ഭയങ്കര ചീത്ത പറച്ചില്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും രാത്രി രജിസ്റ്ററിൽ 2 മണിക്കൊക്കെ മൂവ്മെന്റ് ഉണ്ട്. എല്ലാ ദിവസവും 1:40 to 2:10 ഇടയിൽ രജിസ്റ്ററിൽ ഒരു പേരുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെയാണ് സെക്യൂരിറ്റി ചേട്ടന്റെ റൂം, അവിടെയാണ് ഇവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവുക, അതിലാണ് പേരുണ്ട് എന്ന് പറയുന്നത്. നൈറ്റ് ടൈമിൽ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടാവില്ല. രാവിലെ വന്നാൽ കുറെ ദിവസമായിട്ട് ഈ ഒരു പേര് കാണുന്നതുകൊണ്ടാണ് ഇയാൾ ചീത്ത പറയുന്നത്. ആൻഡ് ഇതിൽ ഏറ്റവും സ്ട്രേഞ്ച് പാട്ട് എന്താ അറിയോ, ഈ രജിസ്റ്ററിൽ കിടക്കുന്ന പേരിൽ ഒരു കുട്ടി ഹോസ്റ്റലിൽ ഇല്ലെന്ന്. സെക്യൂരിറ്റി ചേട്ടനും സ്റ്റാഫുകളെല്ലാം വന്നിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. എല്ലാവർക്കും ലാസ്റ്റ് വാണിംഗ് കൊടുത്ത് ഇതാര് ചെയ്യുന്നതിലും നിർത്തിക്കോ, നാളെ തൊട്ട് സ്ട്രിക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യും എന്നുള്ള രീതിക്ക് പറഞ്ഞു. ആൻഡ് ഇത് പറഞ്ഞപ്പോൾ തന്നെ സെക്കൻഡ് ഇയേഴ്സും ഫസ്റ്റ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങളല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും സത്യം ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സെക്യൂരിറ്റി ചേട്ടനും കോളേജിലെ സ്റ്റാഫ് എല്ലാം വന്നിട്ട് ഭയങ്കര പ്രശ്നമായി. തലേന്ന് രാത്രിയും കറക്റ്റ് 2 മണിക്ക് രജിസ്റ്ററിൽ പേരുണ്ട്. തലേന്ന് ചീത്ത പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ ഒന്നുകൂടി പറഞ്ഞു 3-4 വർഷം മുന്നേ പഠിച്ച കുട്ടിന്റെ പേരൊക്കെയാണ് രജിസ്റ്ററിൽ കിടക്കുന്നത് എന്നുള്ളത്. ഇത്രയായപ്പോൾ സെക്യൂരിറ്റി ചേട്ടനാന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും കണ്ടുപിടിക്കണം, ആരാന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുള്ള രീതിക്കായി. ആൻഡ് വേറൊരു കാര്യം കൂടിയുണ്ട്, എല്ലാ ദിവസവും രജിസ്റ്ററിൽ എഴുതുന്ന പേര് സെയിം നെയിം ആണ്, സെയിം ഹാൻഡ് റൈറ്റിംഗ് ആണ്, സെയിം പെന്നോടാണ് എഴുതുന്നത്. ആൻഡ് ഈ സെക്യൂരിറ്റി ചേട്ടൻ തന്നെ പറഞ്ഞ് ഈ ഹോസ്റ്റലിൽ ആർക്കും ഇത്രയും വൃത്തിക്ക് പറ്റിക്കാനുള്ള ബുദ്ധി എന്തായാലും ഇല്ല. കാരണം സെയിം ഹാൻഡ് റൈറ്റിംഗ് ആണ്, സെയിം പേരാണ്, ഒരാൾ ചെയ്താലേ ഇതൊക്കെ നടക്കുള്ളൂ. അത്രക്കും ബുദ്ധി ഈ ഹോസ്റ്റലിൽ ആർക്കും ഇല്ല എന്ന് പറഞ്ഞാണ്ട് ഇവർ കഴിഞ്ഞ ഇയേഴ്സിലെ ഹോസ്റ്റൽ രജിസ്റ്റേഴ്സ് എല്ലാം എടുത്തിനാണ് തപ്പാൻ തുടങ്ങി.